ഹലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് നേരെ പറശ്ശിനിക്കടവ് ആണ് കേട്ടോ. പറശ്ശിനിക്കടവ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിസ്മയാണ് പ്ലാന്. സ്കൂൾ അടക്കുന്നതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് കേട്ടോ വിസ്മയ എന്നുള്ളത്. അപ്പം രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ അവിടെ എത്തിയിട്ട് എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയില്ല. ഏതായാലും തൊഴുത് കഴിഞ്ഞതിന് ശേഷം വിസ്മയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വഴിനീളെ കുറേ കൃഷ്ണ, അത് ചെറുതും വലുതായിട്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ. ഞാൻ കുറേ നേരം അവിടെ സ്റ്റോപ്പായി പോയിട്ടാ. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ അങ്ങ് അമ്പലത്തിലേക്ക് കയറാനായി. മുത്തപ്പനെ കാണാൻ വന്നിട്ട് ശരിക്കും കണ്ടത് മുഴുവൻ കൃഷ്ണനെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ ചായ കുടിക്കാൻ പോയിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയതല്ലേ, ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാലും അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക വിശപ്പ് വന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയും ഞങ്ങൾ ഇറങ്ങി. ഇനി നേരെ പോകുന്നത് വിസ്മയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ വിസ്മയിലെത്തി. ഡ്രസ്സൊക്കെ മാറി, വെള്ളത്തിലൊക്കെ കളിക്കണ്ടല്ലേ, അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങിയിട്ടോ. ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ നോക്കിയത് ഈ ഒരു തവളയാണ്. ഈ തവള ആദ്യം ഉണ്ടായിരുന്നത് ആ ഇറങ്ങുന്ന ഭാഗത്താണ്. ഇപ്പോൾ ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനത് ഇറങ്ങിയപ്പോൾ തന്നെ കാണാനായിട്ട് ഞാനിങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ, ആ തവള എവിടെ പോയിന്ന്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നുക, കാരണം അത്ര നല്ല വെയിലാണ് കേട്ടോ. പിന്നെ ഓരോ റൈഡിലും കയറാൻ വേണ്ടി നല്ല ക്യൂ ഉണ്ട്. മാത്രമല്ല ഇപ്പം വെക്കേഷനല്ലേ, അതുകൊണ്ട് നല്ല ക്യൂ ആണ് കേട്ടോ. ഓരോ റൈഡിലും കയറണമെങ്കിൽ ക്യൂ നിൽക്കണം. കുറേ സമയം എടുത്തിട്ടാണ് ഒരു റൈഡിൽ കയറാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ കണ്ണൻ്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ്. അവളിങ്ങനെ വെള്ളമൊക്കെ കണ്ടപ്പോൾ, വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വെള്ളത്തിൽ കളിക്കുന്നത് നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഞാൻ ആദ്യമേ ഇങ്ങനെ ഊഹിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണനിപ്പോൾ തന്നെ ഇറങ്ങുന്ന കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം അവളിങ്ങനെ ഓടി നടക്കുമായിരുന്നു, ഒരു പരിചയക്കുറവുമില്ല, പേടിയില്ല. ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ഛനും മോളും കൂടെ അങ്ങ് ദൂരത്തോട്ട് പോയിട്ടാണ്. ലാസ്റ്റ് അവർ ഞങ്ങളുടെ കൂടെ തന്നെ വന്നു. വരുന്നില്ല ഇങ്ങോട്ട് ചെറിയുന്നുണ്ട്. നമ്മള് നിൽക്കുന്ന
ആദ്യം കയറിയ ഒരു റൈഡിനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അച്ഛൻ അതിൽ കയറിയിട്ട് ഇത് ചെരിഞ്ഞു പോകുന്ന പോലെ തോന്നിയിട്ട്, അച്ഛന് മാത്രമല്ല എല്ലാവർക്കും അത് ചെരിഞ്ഞ് പോകുന്ന പോലെ ഒട്ടുമിക്ക ആൾക്കാർക്കും തോന്നുന്നുണ്ടായിരുന്നു അതിങ്ങനെ ചെരിയുന്നത് പോലെ. പക്ഷേ സത്യം പറഞ്ഞാൽ ചെരിയുന്നുണ്ടായിരുന്നില്ല. അത് രണ്ടാമതും കയറി ഇറങ്ങിയപ്പോഴാട്ടോ ശരിക്കും മനസ്സിലായത് ചെരിഞ്ഞ് നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ കയറിയിട്ട് അച്ഛൻ അവിടെ സ്റ്റക്കായി പോയി, ഇറങ്ങാൻ പേടിയായിട്ട്. അതിങ്ങനെ ഞാനിങ്ങനെ പറയായിരുന്നു, അമ്മയൊക്കെ കയറുന്നുണ്ടെങ്കിൽ കയറണ്ട, തല കറങ്ങുമെന്ന് പറയാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോഴത്തേനും അമ്മ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണന് ഭയങ്കര സന്തോഷമായിരുന്നു. കണ്ണനും അതുപോലെ കുഞ്ഞോളും ദേവൂട്ടിയും കൂടിയാണ് കേട്ടോ ഇതിൽ കയറിയത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച കണ്ണന് പേടി ഉണ്ടാവുമോ എന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ആൾക്ക് ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാ റൈഡിലും അവൾ കയറിയിട്ടോ. കുഞ്ഞുങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒട്ടുമിക്കതിലും കണ്ണൻ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റൈഡിലൊക്കെ കയറാൻ ഞാൻ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ കണ്ണനെ ഓരോന്നിലും കയറ്റി ഇറക്കേണ്ടതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ സജീവേട്ടൻ അവളുടെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് അങ്ങനെ ബോറടിച്ചില്ല. പിന്നെ ഞാൻ ക്യൂവിൽ നിന്നു. എന്നിട്ട് പിന്നെ ഇവരെയും കൂടെ അതിൻ്റെ ഇടയിലൂടെ കയറ്റി ഇങ്ങോട്ട് വിട്ടുവിട്ടാ. അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ കയറിയത്. അല്ലാതെ നിൽക്കുകയാണെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. പിന്നെ ഞാൻ അവരുടെ അടുത്ത്, എൻ്റെ മുന്നിലൊക്കെ നിന്നവരുടെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആളുണ്ട്, മോളെയും കൊണ്ട് വെയിലത്ത് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ മാറി നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെറിയ കള്ളത്തരമൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇതിൽ കയറാൻ പറ്റിയത്. ഇതിൽ ഞാൻ രണ്ടാവട്ടം കൂടെ കയറി. എനിക്കിതെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ ഉണ്ടാവുന്ന അത്രയും സ്പീഡ് ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് കയറിയപ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ ആദ്യം കയറിയപ്പോൾ സജീവേട്ടൻ്റെ കൂടെയാണ് കയറിയെങ്കിലും രണ്ടാമത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ രണ്ട് മക്കളും കൂടെ കയറി വന്നത്. അവർക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇരുന്നോളാൻ പറഞ്ഞിട്ട് അങ്ങനെ അവരെയും കൂടെ എൻ്റെ അടുത്ത് ഇരുത്തിയിട്ടാണ്.
അങ്ങനെ ഞങ്ങൾ ഇതിലൊക്കെ കറങ്ങി വന്നതിന് ശേഷം നോക്കുമ്പോഴാണ് കേട്ടോ കണ്ണനെയും സജീവേട്ടനെയും അതുപോലെ ഏട്ടനെയൊക്കെ കണ്ടത്. ഏട്ടനും സജീവേട്ടനും കൂടെ കണ്ണനെയും കുഞ്ഞോളെയും കൂടെ ഓരോ റൈഡിലും കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മുകളിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയ സ്ഥലത്തൊന്നും ഇവരെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ച അവരൊക്കെ വെള്ളത്തിൽ കളിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കണ്ണന് പിന്നെ ഒന്നിലും പേടിയുണ്ടായിരുന്നില്ല. കണ്ണൻ എല്ലാത്തിലും കയറി ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ആള്. കഴിഞ്ഞ അതായിട്ട് തട്ടുന്നില്ല, അതായിട്ട് വന്ന് തട്ടുന്നില്ല. അപ്പഴ ഏച്ചി ഒന്ന് തട്ടു വയറ്. എനിക്ക് വിസ്മയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റൈഡാണ് കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു. ആദ്യം ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ കയറിയത് ആ മുകളിൽ കൊണ്ടുവെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ രസമായിരുന്നു കേട്ടോ. ഇതും ഇങ്ങനെ നമ്മളിങ്ങനെ ആകാശത്ത് കൊണ്ട് നിർത്തിക്കും, പക്ഷേ എന്നാലും ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനമായിട്ട് വെള്ളത്തിലിറങ്ങാൻ വേണ്ടി പോവാട്ടോ.
അപ്പോഴത്തേനും എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലായത് കാരണം എല്ലാവരും കരിക്കൊക്കെ കുടിച്ച് പിന്നെ ഇനിയൊന്ന് വെള്ളത്തിലിറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോഴത്തേനും എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ കഴിഞ്ഞു. പിന്നെ വണ്ടിയിൽ വന്നിട്ടാണ് കേട്ടോ ഞാൻ ഫോണിൽ ചാർജ് ചെയ്തത്. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.